ചാനൽ അനിൽറ്റ മുണ്ടംവേലി. ഇതിലുള്ള പല മാത്തമാറ്റിക്സിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ചാനൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനാണ്. അപ്പോൾ ഇത് ഈ ചാനലിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് ലെക്ചറാണ്. ആൻഡ് ഫോർ ടുഡേ വിൽ ബി ഡിസ്കസിങ് ദ തേർഡ് ചാപ്റ്റർ ഓഫ് അവർ ടെക്സ്റ്റ് ബുക്ക്. തേർഡ് ചാപ്റ്ററിൻ്റെ ഹെഡിങ് നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് നെയിം 2 stories about flying. 2 stories about flying. ഈ ചാപ്റ്റർ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ബ്ലാക്ക് എയറോപ്ലെയിൻ. സോ ഈ ഓർഡറിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. സോ ദിസ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഹെഡിങ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ്. സോ ദിസ് ഇസ് റിട്ടൺ ബൈ ലയം ഒ ഫ്ലാഹർട്ടി. ഇദ്ദേഹമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. ആൻഡ് ദിസ് സ്റ്റോറി ഫോക്കസസ് ഓൺ ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് എ ലിറ്റിൽ സീകൾ. ഈ സീകൾ എന്ന് പറയുന്ന ബേർഡിൻ്റെ ആദ്യത്തെ ആ പറക്കുന്ന എക്സ്പീരിയൻസിനെയാണ് ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത്. സോ സീകൾ, യു ക്യാൻ സീ ദിസ് ബേർഡ്. ഇതിനെ നമ്മൾ ഇവിടെ കടൽക്കാക്ക എന്നാണ് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ പറക്കുന്ന ദിവസം അതെങ്ങനെ ആദ്യം പറന്നു എന്ന് നമുക്ക് കാണാം. സോ ലെറ്റ്സ് സീ. യെസ്, ലയം ഒ ഫ്ലാഹർട്ടി. അദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റ് ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, and must be ranked as one of the foremost socialist writer in the first part of the 20th century. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭങ്ങളിൽ ഒത്തിരി മുന്നിൽ നിന്നിരുന്ന ഒരു സോഷ്യലിസ്റ്റ് റൈറ്റർ ആയിരുന്നു അദ്ദേഹം. ഹിസ് റൈറ്റിംഗ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ വാട്ട്, സാധാരണ ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയിലെ മേജർ പോയിന്റ്സ്. ദ ഫിയർ ഓഫ് സഫറിങ് is worse than the suffering itself. ഈ ഒരു കോട്ട് നമുക്ക് ടെക്സ്റ്റിൽ ആ ചാപ്റ്ററിൽ തന്നെ കാണാം. ആക്ച്വലി ഈ ചാപ്റ്റർ ഈ ഒരു കോട്ടിൽ തന്നെ നമുക്ക് സമ്മപ്പ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡെപ്ത്സ് ഓഫ് ദിസ് സെൻറ്റൻസ് ഓർ ദിസ് കോട്ട്. ദ ഫിയർ ഓഫ് സഫറിങ്, എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്ത് തുടങ്ങാൻ അല്ലെങ്കിൽ ചെയ്യാൻ ഒരു പേടി ഉണ്ടാവുമല്ലോ, അതെങ്ങനെയുണ്ടാവും, അതിനെ നമ്മൾ അങ്ങ് ആലോചിച്ച് എന്ത് ചെയ്യും, അതങ്ങ് വലുതാക്കും. ഒരു ആക്ച്വലി ഒരു ചെറിയൊരു കാര്യമായിരിക്കാം, ചെറുത് അല്ലെങ്കിൽ ഒരു ഇത്തിരി എഫേർട്ട് എടുക്കേണ്ട കാര്യമായിരിക്കാം. പക്ഷേ ഞാനത് ചെയ്താൽ ശരിയാവോ, അത് ചെയ്യുമ്പോൾ ഇങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റുമോ, അങ്ങനെ ഇല്ലാത്ത എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ആലോചിച്ചു കൂട്ടും. പക്ഷേ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് അവിടെ? ഇത് ചെയ്യാനെടുക്കുന്ന എഫേർട്ടിൻ്റെ അതിൻ്റെ ഒത്തിരി ഇരട്ടി മടങ്ങാണ് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ച് കൂട്ടി നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ദ ഫിയർ ഓഫ് സഫറിങ് is worse than the suffering itself. The fear of doing something, അത് നമുക്കറിയാം അല്ലേ. the fear of doing something, അതിന് ഒരു പരിധി വരെ ഒരു ഇത്തിരി എനർജി ആവശ്യമുണ്ട്. പക്ഷേ അതിനേക്കാളും ഒത്തിരി മടങ്ങ് എനർജി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് ആവലാതിപ്പെടാനാണ് അതിലും കൂടുതൽ എനർജി എടുക്കുന്നത്. സോ ജസ്റ്റ് ഡു ഇറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എടുക്കാൻ പാടായിരിക്കും, ബട്ട് സ്റ്റിൽ ഡോണ്ട് തിങ്ക് ടു മച്ച്, ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ്, ഇറ്റ് വിൽ ഗോ. The story is about a young seagull who is at that stage of life where he has to learn to fly. അപ്പോൾ നമ്മുടെ സീകൾ വളരെ ചെറിയൊരു സീകളാണ്. ഇപ്പോൾ ജനിച്ച് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുള്ളൂ, പക്ഷേ പറക്കേണ്ട നേരം ആയിട്ടുണ്ട്. അൺലൈക്ക് ഹിസ് യങ്ങർ ബ്രദേഴ്സ്. അപ്പോൾ സീകൾ ആരാണ്? മൂത്ത ആളാണ്. അതായത് ചിലപ്പോൾ ആദ്യം മുട്ട വരുന്നതായിരിക്കും, വലിയ വ്യത്യാസമൊന്നും കാണില്ല. സോ അൺലൈക്ക് ഹിസ് യങ്ങർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, he is too afraid to fly. അവർക്കും പേടിയുണ്ട്, എന്നാലും ഇയാൾക്ക് കുറച്ചധികം പേടിയുണ്ട്. he is too afraid. When all of them went for flying for the first time near the edge of the sea, കടലിൻ്റെ ആ സൈഡിൽ, അവിടെ കടൽ തീരത്ത് അവരിങ്ങനെ നിൽക്കുക അല്ലേ, പറക്കാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും all of them except him succeeded. നമ്മുടെ സീകൾ മാത്രം എന്ത് പറ്റി? പറന്നില്ല. ബാക്കി എല്ലാവരും കുറച്ചൊക്കെ പറന്നു. സോ എന്താണ് കാരണം നമുക്ക് നോക്കാം. he could not trust his wings. ഇതാണ് അതിൻ്റെ കാരണം. എന്താണ്? അദ്ദേഹത്തിൻ്റെ ചിറകുകളെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് എന്തോ ഒരു വിശ്വാസക്കുറവായിരിക്കണം അതിലുള്ള മെയിൻ കാരണം. ലെറ്റ്സ് സീ. he got terrified by the vast sea and got convinced that he could never fly. ദേ കിടക്കുന്ന കാര്യം. എന്ത് പറ്റി? ഭയങ്കര പേടി, വളരെ പേടിപ്പെട്ടു, ഒത്തിരി അങ്ങ് പേടിച്ചു. he got terrified. ആദ്യം തന്നെ എന്താ? വിങ്സിന് ട്രസ്റ്റ് ഇല്ല. പിന്നെ got terrified by the vast sea, ആ വലിയ കടൽ കണ്ടപ്പോൾ അദ്ദേഹം
ഐ മീൻ നമ്മുടെ സീകൾ പേടിച്ചു പോയി. ആൻഡ് ഗോട്ട് കൺവിൻസ്, ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, നമ്മുടെ സീകളിന് ബോധ്യപ്പെട്ടു എന്തെന്ന്, എനിക്കിനി പറക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനൊരു തോന്നല് പിന്നെ ഈ വലിയ സീ പിന്നെ ഈ വിങ്സ് തന്നെ വഹിക്കുമോ എന്നുള്ളൊരു പേടി, ഈ 3 കാരണങ്ങളാണ് മെയിനായിട്ടും എന്താണ് പറക്കാൻ പുള്ളി സക്സീഡ് ആവാത്തതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ തൻ്റെ ചിറകുകളിൽ തനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഹീ കുഡ് നെവർ ഫ്ലൈ. പിന്നെ എന്ത് പറ്റി? ആസ് എ റിസൾട്ട് ഹി വാസ് അഷെയിംഡ് ആൻഡ് ഡിസ്ഹാർട്ടൻഡ്. ഇതൊക്കെ പറ്റി ആകെ ഒരു തോന്നലിൽ നിന്ന് തുടങ്ങിയതാണ് അല്ലേ. ചിറകിൽ വിശ്വാസക്കുറവ് വന്നു. അപ്പം അതിൻ്റെ പിറകെ എന്ത് വന്നു? വലിയ കടലാണ് അടുത്ത റീസൺ. പിന്നെ എന്തായി? ഉറപ്പായി പറക്കാൻ പറ്റില്ല. പിന്നെ അടുത്തത് എന്തായി? നാണക്കേടായി. പിന്നെ എന്തായി? ഡിസ്ഹാർട്ടൻ, മനസ്സങ്ങ് തണുത്തുപോയി, അങ്ങ് കോൾഡായിപ്പോയി. ആൻഡ് ദസ് വെൻ ഇൻസൈഡ് ദ ലെഡ്സ് വെർ ഹി യൂഷ്വലി സ്ലെപ്റ്റ്. ഇത്ര ആയപ്പോൾ പുള്ളി എന്ത് ചെയ്തു? തിരിച്ച് വീട്ടിൽ പോയി. സോ വി ഹാവ് ദിസ് വേർഡ് ഹിയർ ലെഡ്ജ്. ലെഡ്ജ് എന്താണ് എന്ന് നമുക്ക് കാണാം. സോ ലെഡ്ജ്, നമ്മുടെ സീകൾ എവിടെ പോയി? വെൻ ഇൻസൈഡ് ദ ലെഡ്ജ് വെരി യൂഷ്വലി സ്ലെപ്റ്റ്. താൻ സ്ഥിരം ഉറങ്ങാൻ പോയിക്കൊണ്ടിരുന്ന ലെഡ്ജ്. സോ ദിസ് ഇസ് എ ലെഡ്ജ് കേട്ടോ. കണ്ടോ ഒരാൾ നിൽക്കുന്ന കണ്ടോ? ദിസ് ഇസ് എ വലിയൊരു റോക്ക്, അതിൻ്റെ ഒരു ക്ലിഫ് അല്ലേ, അതിൽ ഒരാൾ നിൽക്കുന്നുണ്ടോ? സോ സംതിങ് ലൈക്ക് ദിസ്. ഇവിടെയായിരുന്നു നമ്മുടെ സീകൾ സാധാരണ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സമ്മറി നമുക്കൊന്ന് ആദ്യം മുതൽ നോക്കാം. ഇതിൻ്റെ ഓഥറിനൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ഐറിഷ് ഓഥർ ആയിരുന്നു അല്ലേ. സോ ലെറ്റ്സ് സീ ദ സ്റ്റോറി. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലയം ഒ ഫ്ലാഹർട്ടി ഇസ് അബൌട്ട് എ യങ് സീഗൾ ഹു ഇസ് അഫ്രൈഡ് ടു ഫ്ലൈ. ഈ സ്റ്റോറി ആരെ പറ്റിയാണ്? ഒരു യങ് സീഗൾ, ഒരു കുഞ്ഞു കടൽക്കാക്ക. കടൽക്കാക്കയ്ക്ക് എന്ത് പറ്റി? പുള്ളിക്കാരന് പറക്കാൻ പേടിയാണ്. All his younger siblings, despite their much shorter wings, flew fearlessly, while he could not gather the courage to trust his own wings. നമ്മുടെ കടൽക്കാക്കയുടെ യങ്ങർ സിബ്ലിങ്സ്, തൻ്റെ ഇളയ സിബ്ലിങ്സ് എല്ലാം, ബ്രദറും സിസ്റ്റേഴ്സും എല്ലാം അവരുടെ ചെറിയ വിങ്സ് വെച്ച് പേടിയില്ലാണ്ട് അങ്ങ് പറന്നപ്പോൾ ഹീ കുഡ് നോട്ട് ഗ്യാദർ ദ കറേജ്, തനിക്ക് അതിനുള്ള ധൈര്യവും ശക്തിയും കിട്ടിയില്ല. കാര്യം എന്താ? അദ്ദേഹത്തിന് തൻ്റെ വിങ്സ്, തൻ്റെ ചിറകിന് വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ ബാക്കി സിബ്ലിങ്സ് എല്ലാവരും പറന്നു, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പറന്നു. The young seagull became sad when he saw his parents perfecting his younger siblings in the art of flying. എന്താണ്? പേരൻസ് ബാക്കിയുള്ള സിസ്റ്ററിനെയും ബ്രദറിനെയും ഒക്കെ നന്നായിട്ട് പറക്കാൻ പഠിപ്പിക്കുക. അങ്ങനെയല്ല, ഇങ്ങനെ പറക്കുന്നൊക്കെ പറയുക. നമ്മുടെ സീകൾ നോക്കി നിൽക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ സീകളുടെ പിന്നെയും വിഷമമായി. ഹിസ് പേരൻസ് scolded and taunted him for not even trying. പേരൻസ് എന്ത് ചെയ്തു? സീകളുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്തു? അതിനെ വഴക്ക് പറഞ്ഞു. സ്കോൾഡഡ് ഹിം ആൻഡ് ടോണ്ട് എന്ന് പറഞ്ഞാൽ മോക്ക്, കളിയാക്കി. വഴക്കും പറഞ്ഞു, കളിയും ആക്കുക. അപ്പോൾ ഒന്നുകൂടെ എന്തായി? ദേഷ്യമായി. ദെൻ ദേ ഇവൻ കോൾ ഹിം എ കോവേർഡ്. കോവേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ധൈര്യം കാണിക്കുന്നില്ല, അധികം ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെയും കോവേർഡ് എന്നൊക്കെ വിളിക്കും അയാളെ. നമ്മുടെ സീകളിന് പിന്നെയും വിഷമായിക്കൊണ്ടിരിക്കുക. ദേ ലെറ്റ് ടെൽ ഹിം എ ലോട്ട് to at least try and also threaten him to leave him alone and hungry if he does not. They tell him a lot to at least try, at least ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യും. എന്തായാലും കടൽ തീരം വരെ വന്നിട്ട് പേടിച്ചു പോയ ആളല്ലേ, ശ്രമിക്കുക പോലും പുള്ളി ചെയ്തില്ല എന്നാണ് അച്ഛനും അമ്മയും പറയുന്നത്. ഓൾസോ threaten him to leave him alone and hungry if he does not. ഇനി മുതൽ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് നിന്നോ, ഇനി പട്ടിണി കിടന്നൊക്കെ അവിടെ നിന്നോ എന്നൊക്കെ പേരൻസ് പറയുക. ഒരു ഭീരുവായി എന്നൊക്കെ വിളിക്കുവാണ് പേരൻസ് സീകളിനെ. സോ എന്താ പേരൻസ് അവസാനം ഡിസൈഡ് ചെയ്തത്? തന്നെ ടു ലീവ് ഹിം അലോൺ, ഒറ്റയ്ക്ക് വിടും. ആൻഡ് ഹംഗ്രി, ഫുഡും കൊണ്ടൊന്നും തരത്തില്ല, ഇനി ഫുഡ് കൊണ്ട് തരും എന്ന് കരുതണ്ട എന്നൊക്കെ പേരൻസ് പറയുവാണ്. നമ്മുടെ സീകളിനെ തൻ്റെ പേരൻസ് എന്തൊക്കെ ചെയ്യുന്നത്? ഭീഷണിപ്പെടുത്തുവാണ്. ഇനി ഞങ്ങളുടെ കൂടെ പറക്കാനൊന്നും കൊണ്ടുപോയില്ല, ഇവിടെ ഒറ്റയ്ക്ക് നിന്നോ. പിന്നെ എന്താ പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ വിശന്ന് അവിടെ ഇരുന്നോന്നും കൂടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. എന്തൊക്കെയാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്? ഇനി കൂടെയും കൂട്ടില്ല, ആഹാരവും കൊണ്ടു തരില്ല. നമ്മുടെ സീകൾ അപ്പോൾ ഭയങ്കര സങ്കടത്തിലായി. ദ ഫോളോയിങ് ഡേ, അടുത്ത ദിവസം ഒറ്റയ്ക്കാണ് അല്ലേ. ഹീസ് ലെഫ്റ്റ് ഇൻ ഐസൊലേഷൻ ആൻഡ് അപ്പോൺ ഫീലിംഗ് ഹംഗ്രി, പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തവർ. ഒറ്റയ്ക്ക് ആക്കി, പിന്നെ വിശന്നിരിക്കുക, ഫുഡൊന്നും കൊണ്ടൊന്നും കൊടുത്തില്ല. ഹി ട്രൈസ് ടു സീക്ക് ദി അറ്റൻഷൻ ഓഫ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്. ഇവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ സീകൾ എന്ത് ചെയ്യുക? അവർ എങ്ങനെയെങ്കിലും അവരുടെ അറ്റൻഷൻ ഒന്ന് മേടിച്ചെടുക്കാൻ വേണ്ടി, അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി താൻ തന്നെ മാക്സിമം നോക്കുന്നുണ്ട്. ഹി ട്രൈസ് ടു സീക്ക് ദർ അറ്റൻഷൻ, ബട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓൺലി ഹിസ് മദർ ഹൂ ഇസ് വിതറിങ് a fish in an attempt to eat it notices his son. അമ്മ മാത്രമാണ്
ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത്, അതും നോക്കാൻ വേണ്ടി കണ്ടതല്ല, വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടു. നോക്കിയപ്പോൾ വാട്ട് ഡിഡ് ഷീ ഡു? ഹിസ് മദർ who is withering എന്ന് വെച്ചാൽ എന്താണ്? intended to make someone feel humiliated. ആരെങ്കിലും കളിയാക്കുക, വേർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ഒരു മൂല്യമില്ലാതെ, കഴിവില്ലാത്തവനായി ഇങ്ങനെ കാണിക്കാൻ. നമ്മുടെ യങ് സീകളിനെ അങ്ങനെ തോന്നിക്കാൻ വേണ്ടി കളിയാക്കി അമ്മ ഒരു മീനിനെയും കാണിച്ച് ഇങ്ങനെയൊക്കെ നടക്കുവാണേ. in an attempt to eat it notices his son. അപ്പോൾ അമ്മ മീൻ കഴിക്കാൻ പോയപ്പോഴത്തേക്കും തൻ്റെ യങ് സീകൾ ഇത് നോക്കുന്ന കണ്ടു. നമ്മുടെ യങ് സീകളിന് ഇത് കണ്ടപ്പോൾ വിശന്ന് നിൽക്കുമല്ലേ ആള്, അങ്ങ് കരയാൻ തുടങ്ങി. ദ യങ് സീഗൾ ക്രൈസ് ഔട്ട് ഓഫ് സ്റ്റാർവേഷൻ, വിശന്ന് കരയാൻ തുടങ്ങി. ഹോപ്പിംഗ് ഹിസ് മദർ വുഡ് ഹെൽപ്പ്, അമ്മ കൊണ്ടുവന്ന ഫിഷ് തരും എന്ന് എക്സ്പെക്ട് ചെയ്തു. താൻ കരയാൻ തുടങ്ങി. ഓൺ സീയിങ് ഹിസ് മദർ കം ടു ഹിം വിത്ത് ദ ഫിഷ് ഹി ഗെറ്റ്സ് എക്സൈറ്റഡ്. സീകള് തൻ്റെ മാക്സിമം നോക്കിയല്ലേ, ആരെങ്കിലും ഒന്ന് മൈൻഡ് കുറച്ച് ചെയ്തിരുന്നിട്ട് എനിക്ക് കുറച്ച് ഫിഷ് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എന്ന് നോക്കി. ഫൈനലി അങ്ങനെ നടന്നു അല്ലേ. അമ്മ കണ്ടു, അമ്മ എന്താ ചെയ്യുന്നേ, അമ്മ ഒരു മീനും കൊണ്ടൊക്കെ വരുവാ, ഹായ് ഇപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ബട്ട് ഓൺ നോട്ടിസിങ് ദാറ്റ് ഹിസ് മദർ സ്റ്റോപ്ഡ് മിഡ് വേ, അമ്മ എന്ത് ചെയ്തു, അമ്മ കുറച്ച് ട്രിക്കിയാണ്, അമ്മ എന്ത് ചെയ്തു, പകുതി എത്തിയപ്പോൾ ഒന്ന് നിർത്തി. മദർ സ്റ്റോപ്ഡ് മിഡ് വേ. ഹി ഗെറ്റ്സ് മാഡൻഡ് ഔട്ട് ഓഫ് ഹങ്കർ, വിശന്ന് പ്രാന്ത് കയറി. പുള്ളി അപ്പം എന്താ ചെയ്തത്? ആൻഡ് ടേക്സ് എ ഡൈവ് അറ്റ് ദ ഫിഷ്. അമ്മ അവിടെ നിന്നാ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. പുള്ളി എന്താ ചെയ്തേ, അറിയാതെ അങ്ങ് പറഞ്ഞു തുടങ്ങി. Forgetting for a moment that he's afraid to fly, there he goes. ദേ പറഞ്ഞു തുടങ്ങി. So this was his first flight. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ട് ഓർമ്മയുണ്ടോ? ദ ഫിയർ ഓഫ് സഫറിങ് ഇസ് വേഴ്സ് ദാൻ ദ സഫറിങ് ഇറ്റ് സെൽഫ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വരുന്നത്. എന്തായി, ഇപ്പൊ പുള്ളി ആലോചിക്കുന്നില്ല വിങ്സ് തന്നെ, തൻ്റെ ചിറക് തന്നെ പിടിച്ചോളുമോ, അതൊന്നും ആലോചിക്കുന്നില്ല. പുള്ളി അങ്ങ് പറന്നു. ആൻഡ് യെസ് ഹി സക്സീഡഡ്. ഫൈനലി ദേ സീകൾ പറന്നു തുടങ്ങി. അപ്പോൾ നേരത്തെയുള്ള വിശ്വാസക്കുറവോ സംശയമോ ഒന്നുമില്ലാതെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എന്തായി, ഹി സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. കണ്ടോ സീകൾ പറക്കുന്നേ. സോ ഹി ടുക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. All the family members celebrate his victory by cheering and dancing around him. എല്ലാവരും എന്ത് ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിട്ട് സീകളിൻ്റെ ചുറ്റും ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി, നല്ല ഒച്ചയൊക്കെ വയ്ക്കാൻ തുടങ്ങി. ഹി ഓൾസോ അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലോട്ടിംഗ് ഇൻ ദ സീ ദാറ്റ് ഹി വാസ് വൺസ് അഫ്രൈഡ് ഓഫ്. ഇപ്പോൾ പറക്ക മാത്രമല്ല, വെള്ളത്തിൽ എന്തായി, ഫ്ലോട്ട് ചെയ്യാനും തുടങ്ങി, അതിലൊന്ന് നീന്താനും ഒക്കെ ശ്രമിച്ചു തുടങ്ങി. Thus he overcomes his fear and realizes that it is all in the mind. അപ്പോൾ തനിക്ക് എന്താണ് മനസ്സിലായത് ഇതെന്ന്? ഈ പേടി എന്ന് പറയുന്ന ഒരു സംഭവം താൻ ഓവർകം ചെയ്തു, അതിനെ ജയിച്ചു. എന്നിട്ട് എന്ത് മനസ്സിലാക്കി? എല്ലാം നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നടക്കുന്നത്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. നമുക്ക് വിശ്വാസമുണ്ടോ, ദാറ്റ് വിൽ ഹാപ്പൻ. സോ ഇറ്റ് ഈസ് ഓൾ ഇൻ അവർ മൈൻഡ്. മനസ്സുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നൊരു മോറലാണ് നമുക്ക് ഈ സീകളിൻ്റെ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ യു ഹാവ് ലുക്ക്ഡ് ഇൻ ടു ദ സമ്മറി ഓഫ് ദിസ് ചാപ്റ്റർ. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. നമുക്ക് നോക്കാം ടെക്സ്റ്റിലെ പേജസ് എങ്ങനെയാണ് പോകുന്നതെന്ന്. ദ യങ് സീഗിൾ വാസ് അലോൺ ഇൻ ഹിസ് ലെഡ്സ്. സ്റ്റാർട്ടിങ് കണ്ടല്ലോ നമ്മൾ ആ സ്റ്റോറി വായിച്ചത്. ടെക്സ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കണം. ഇതിൽ ഒത്തിരി ന്യൂ വേർഡ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ ന്യൂ വേർഡ്സ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിലെ ചാപ്റ്ററിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ലെഡ്ജ് നമ്മൾ കണ്ടു വീഡിയോയുടെ ബിഗിനിങ്ങിൽ, ഞാനൊരു പിക്ചർ കാണിച്ചായിരുന്നു. സോ വാട്ട്സ് റിട്ടൺ ഇൻ ഹിയർ ഇസ് ദ ഡിസ്ക്രിപ്ഷൻ. എ നാരോ ഹൊറിസോണ്ടൽ ഷെൽഫ് പ്രൊജക്റ്റിംഗ് ഫ്രം എ വാൾ ഓർ ഹിയർ. ഇവിടെ ഒരു ക്ലിഫാണ്, ഒരു മതിലിന്നോ ഒരു ക്ലിഫിൽ നിന്നോ, അതായത് ഒരു പാറയിൽ നിന്നോ പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഷെൽഫ് പോലെ ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണ് ലെഡ്ജ്. ദ നെക്സ്റ്റ് വേർഡ് അപ്ബ്രൈഡിങ്. അപ്ബ്രൈഡിങ് എന്ന് പറഞ്ഞാൽ സ്കോൾഡിങ് എന്ന് പറഞ്ഞാൽ അഗൈൻ വഴക്ക് പറയുക. The next word, to skim, which means to move lightly just above a surface. ഇവിടെ കടലിൻ്റെ മീതെ. സ്കിം മീൻസ് ഒരു സർഫസിൻ്റെ മീതെ, ഒരു പ്രതലത്തിൻ്റെ മീതെ കൂടെ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുക, അതാണ് സ്കിം. The next word, preening. എന്താണ് preening? Making an effort to maintain feathers. നമ്മുടെ സീകളിന് ബിഗിനിങ്ങിൽ ഫെതേഴ്സിൽ വിശ്വാസം ഇല്ലായിരുന്നു അല്ലേ, വിങ്സിലും ഫെദറിലും വിശ്വാസം ഇല്ലായിരുന്നു. പ്രീനിങ് മീൻസ് താൻ തൻ്റെ ചിറക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, അങ്ങനെ ഫെതേഴ്സ് എല്ലാം, തൂവലുകളെല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. മേക്കിംഗ് ആൻ എഫേർട്ട് ടു മെയിൻറ്റെയിൻ ഫെതേഴ്സ്. ദ നെക്സ്റ്റ് വേർഡ്, ടു വെറ്റ്. ടു വെറ്റ്, WHET എന്ന് വെച്ചാൽ എന്താണ്? ഷാർപ്പൻ, മൂർച്ച കൂട്ടുക. ദ നെക്സ്റ്റ് വൺ, ഡെറിസിവ്ലി.
ഡെറിസിവ്ലി എന്ന് വെച്ചാൽ ശരിക്കും എക്സ്പ്രസിങ് സംവൺ ഇസ് വേർത്ത്ലെസ് ഒരു വിലയില്ലാത്ത ഇങ്ങനെ കാണിക്കുക. സോ വാട്ട്സ് റിട്ടൺ ഇൻ എ മാനർ ഷോയിങ് സംവൺ ദാറ്റ് ഷീ ഓർ ഹീ ഈസ് സ്റ്റുപ്പിഡ്. അയാൾക്ക് ബുദ്ധിയില്ല, അയാളൊരു മണ്ടനാണെന്ന് മറ്റുള്ളവരെ ഇങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിൽ പെരുമാറുക. ആളെ മണ്ടനാക്കുക, പൊട്ടനാക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് നമ്മുടെ സീകളുടെ അമ്മ ഫിഷ് കാണിച്ച് സീകളിനെ പറപ്പിച്ചത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഡിസി. നമുക്ക് എല്ലാം തോന്നുന്ന ഒരു ഇതാണ് കേട്ടോ ഡിസി. നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് യൂസ് ദിസ് വേർഡ് വെൻ യു സ്പീക്ക്. ഡിസി എന്താണ്? തലകറങ്ങുക. ആൻ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഓഫ് സ്പിന്നിങ് അറൗണ്ട്, ചുറ്റുക, സ്പിന്നിങ്, ആൻഡ് ലൂസിങ് വൺസ് ബാലൻസ്. അതുപോലെ ബാലൻസ് നഷ്ടപ്പെട്ട് ഇങ്ങനെ തലകറങ്ങുന്ന പോലെ. ദ നെക്സ്റ്റ് വൺ, കർവറ്റിംഗ് മീൻസ് ലീപ്പിംഗ് ലൈക്ക് എ ഹോഴ്സ്, കുതിരനെ പോലെ എടുത്ത് ചാടുക എന്നാണ് അതിന്റെ മീനിങ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ബാങ്കിങ്, ഫ്ലൈയിങ് വിത്ത് വൺ വിങ് ഹയർ ദാൻ ദി അതർ. നമുക്കറിയാം അല്ലേ അവരെങ്ങനെയാ പറക്കുന്നതെന്ന്, ഒരു വിങ് മുകളിൽ ഒരു വിങ് താഴെ, അങ്ങനെ പറന്നു പോകുന്നതിനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ലെറ്റ്സ് ലുക്ക് ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. Why was the young seagull afraid to fly? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടായിരുന്നു നമ്മുടെ സീകൾ പേടിച്ചിരുന്നത്? എല്ലാ ബേർഡ്സും പെട്ടെന്ന് പേടിച്ച കൊണ്ട് തന്നെയാണോ, ഇതുപോലെയൊക്കെ തന്നെയാണോ പറക്കുന്നത്, അതോ നമ്മുടെ സീകൾ മാത്രമാണോ ഇത്തിരി ടിമിഡ്, ഇത്തിരി വാശി പോലെയൊക്കെ കാണിച്ചത്? ഡു യു തിങ്ക് എ ഹ്യൂമൻ ബേബി ഓൾസോ ഫൈൻഡ്സ് ഇറ്റ് എ ചാലഞ്ച് ടു ടേക്ക് ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്സ്? ഒരു കുഞ്ഞു വാവ എങ്ങനെയാ, മനുഷ്യക്കുഞ്ഞ് എങ്ങനെയാ, ഇങ്ങനെയൊക്കെയാണോ, പേടിയുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. യങ് സീഗൾ വാസ് എഫ്രൈഡ്. വൈ? ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും കുറച്ച് പേടിയുള്ളതായിരിക്കും അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഹി ഡൗട്ടഡ് ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് ബി ഏബിൾ ടു സപ്പോർട്ട് ഹിം. തൻ്റെ ചിറകിന് തന്നെ വഹിക്കാൻ പറ്റുമോ എന്ന് സംശയമായിരുന്നു. വി ആർ വെൽ അവെയർ ദാറ്റ് ജേർണി ടു 1,000 miles ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. ദിസ് ഇസ് എ ഫേമസ് കോട്ട് റൈറ്റ്. 1000 മൈലുകളിലോട്ടുള്ള ഒരു ജേർണി തുടങ്ങുന്നത് എന്തില്ല, സംഭവം 1000 ആണെങ്കിലും 10,000 ആണെങ്കിലും it needs the first step, and that's very important. It begins with the single step. We should do the first step, and it is very difficult to take the first step. Yes, ആദ്യത്തെ സ്റ്റെപ്പ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. Thus I think all birds must be hesitating before taking their first flight, some more than others. So എല്ലാ ബേർഡ്സും അതിനെല്ലാം ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അതിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കാൻ. ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ഈവൻ കുഞ്ഞു വാവകൾക്കാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി പേടിയോടൊക്കെ കൂടെ ആയിരിക്കും അല്ലേ, ഇത്തിരി വിറച്ചൊക്കെ നടക്കൂ. ആദ്യം തന്നെ ആരും സ്മൂത്തായിട്ട് നടക്കില്ല. So yes, most of us will be afraid to fly. The next question, second one, the sight of the food maddened him. What does this suggest? What compelled the young seagull to finally fly? ഫുഡ് അമ്മ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ വിശന്ന് വട്ട് കയറി, എന്തായി, വട്ടായല്ലേ അയാൾക്ക്. ദ സീഗൾ ഗോട്ട് മാഡ്. ഇതെന്താ സജസ്റ്റ് ചെയ്യുന്നത്, എന്താ ഇത് കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് സീഗൾ പറന്നു തുടങ്ങിയത്? ഓൺ നോട്ട് ബീങ് ഏബിൾ ടു ഗ്യാദർ കറേജ് ടു ഫ്ലൈ ആൻഡ് ആക്ടിങ് ലൈക്ക് എ കോവർഡ്. ഒരു ഭീരുവിനെ പോലെ പറക്കാൻ ധൈര്യം കാണിക്കാതെ ഇരിക്കുന്ന സീഗൾ. ദ യങ് സീഗൾസ് ഫാമിലി ലെഫ്റ്റ് ഹിം അലോൺ. ഇത് കാരണം സീകളുടെ ഫാമിലി അതിനെ ഒറ്റയ്ക്കാക്കി. ആസ് എ റിസൾട്ട് he was starving since he could not fly to get his own food. ഇത് കാരണം താൻ വിശന്നിരിക്കുമായിരുന്നു അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തെറ്റൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പണിഷ്മെന്റ് കിട്ടുന്ന പോലെയാണ് സീകളുടെ ഫാമിലി put him in isolation, ഒറ്റയ്ക്കങ്ങ് കിട്ടല്ലേ. When he saw his mother coming near him with fish, he got excited and dived straight at the fish. So this is the reason why he could fly. ഫുഡ് കൊണ്ട് അമ്മ വരുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു, എക്സൈറ്റ്മെന്റിൽ അറിയാതെ അങ്ങ് ഫിഷിന്റെ അടുത്തോട്ട് ഡൈവ് ചെയ്തു. ഹി ഡൈവ് സ്ട്രെയിറ്റ് അറ്റ് ദ ഫിഷ്. നേരെ അങ്ങ് ഫിഷിന്റെ അടുത്തോട്ട് പറന്നു എന്നാണ്, എടുത്തു ചാടി പറന്നു. Forgetting for a moment that he was afraid of flying. Thus he got so maddened by the sight of food because he was starving, which compelled him to take his first flight. വിശന്നിരിക്കുന്ന ആളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുഡൊക്കെ വന്ന കണ്ടപ്പോഴാണ് ആ ഒരു ആർത്തിയോ അത് കണ്ട ഒരു കൊതിയോ, പെട്ടെന്ന് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നൊരു ഫീല് വന്നേ പിന്നെയാണ് he started to fly. The third question, they were beckoning to him, calling shrilly. What did the seagull's father and mother threaten him and cajole him to fly? എന്തുകൊണ്ടാണ് സീകളിനെ ഷ്രിലി, ഒരു ന്യൂ വേർഡാണ്. ഷ്രിലി മീൻസ് ഒച്ചകൂട്ടി, അതായത് ഒരു ഹൈ പിച്ചിൽ സൗണ്ട് ടൂണൊക്കെ മാറ്റിയിട്ട് സീകളിനെ, കജോൾ മീൻസ് കളിയാക്കുക എന്നാണ് എൻ്റെ അർത്ഥം. എന്തിനാണ് അയാളെ കോവേർഡ് എന്നും എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയൊക്കെ ചെയ്തത്? എന്തിനാണ് പേരൻസ് അങ്ങനെ വിളിച്ചതെന്ന്? വൈ?
Answer: unlike his younger siblings, the poor seagull could not gather enough courage to take his first flight. മറ്റുള്ള തൻ്റെ ഇളയ സിബ്ലിങ്സ് എല്ലാം, ബ്രദറും സിസ്റ്ററും എല്ലാം പറന്നു തുടങ്ങി. അതിനുള്ള ധൈര്യം കാണിക്കാത്തതുകൊണ്ടാണ് പേരൻസ് അങ്ങനെ വിളിച്ചത്. Thus his parents taunted him. Taunt means again കളിയാക്കുക. Mock him for being a coward. ഭീരുവായന് പിന്നെയും പിന്നെയും കളിയാക്കുക. They even threatened. എന്തും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയ ഫുഡ് തരില്ല. You'll have to starve. They thought hunger would make him fly looking for his food. അവർ വിചാരിച്ച പോലെ തന്നെ നടന്നല്ലേ. വിശന്നതുകൊണ്ട് താൻ തനിക്ക് വേണ്ടി തന്നെ ഫുഡ് എടുക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ he started to fly. They did all of this because they wanted him to fly. അല്ലേ, വീട്ടുകാർക്ക് നമ്മുടെ നന്മയാണ് ആഗ്രഹം അല്ലേ. അതുപോലെ തന്നെ സീകളിനെ പറ്റിയും സീകളുടെ പേരൻസിന് സെയിം ആയിരുന്നു. സോ they did all this to make him to fly. So this is the end of part 1. We hope you all like this. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. And make sure if you like this, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്കോ തരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അതിടുക. And share this with your friends as well. So thank you so much.